നമസ്കാരം, കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, നെയ്യ്, കശുവണ്ടി, മുന്തിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വെള്ളം, കറിവേപ്പില. ഇത്രയും ഐറ്റംസ് വേണം നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. പാൻ ചൂടായി വരുമ്പോൾ പാനിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി സവാള വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ട് കളറെല്ലാം മാറി വരുമ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് മറ്റൊരു പാത്രത്തിൽ നമുക്ക് വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, നമുക്ക് ആവശ്യമായ അരി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വാർത്ത് ചോറ് മാറ്റി വയ്ക്കുക. നേരത്തെ നമ്മൾ തക്കാളി എല്ലാം ഇട്ട് കൊടുത്തില്ലേ, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പുരട്ടി വെച്ചിരുന്നല്ലോ, ആ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് വേവണം. വെന്ത് ഈ വെള്ളമെല്ലാം വറ്റി വരണം. ആവശ്യത്തിന് കറിവേപ്പിലയും രമ്പയില എന്ന് പറയുന്നൊരു ഇലയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കണ്ടായിരുന്നു, മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. ഇനി മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടിയും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീനിലെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മറ്റൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. തീ നല്ലപോലെ സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. വേവിച്ച് വെച്ച ചോറ് എടുത്തിട്ട് ഒരു ലെയറാക്കുക. ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക.
ചോറിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അത്രയും ചെമ്മീനും ചോറും വെച്ചിട്ട് ലെയറാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സാധാരണ ബിരിയാണിക്ക് പുതിനയില മല്ലിയില എല്ലാം ഇടാറുണ്ട്. അതുപോലെ തന്നെ നല്ല രുചികരമാണ് ഇതുപോലെയുള്ള രമ്പ ഇല ഇട്ടാലും. ഞാൻ രമ്പ ഇലയും കറിവേപ്പിലയാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ചേർത്തിട്ട് അലങ്കരിക്കാം. നല്ല രുചികരമായ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം.